ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഇന്ന് നമ്മൾ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്കിൽ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് കാണാത്തവർ തീർച്ചയായും അതുകൂടി പഠിക്കാൻ ശ്രമിക്കുക. ഭരണഘടനയിലെ പ്രധാന ആർട്ടിക്കിളുകൾ. 11 മൗലിക കടമകൾ. ഭരണഘടനയിലെ 11 മൗലിക കടമകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A ആണ്. ആർട്ടിക്കിൾ 51A ആണ് 11 മൗലിക കടമകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 52 പ്രകാരമാണ് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നത്. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 72. പ്രത്യേകം പഠിക്കുക. ആർട്ടിക്കിൾ 72 കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് ആർട്ടിക്കിൾ 72. അപ്പോൾ 11 മൗലിക കടമകളെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A. ഏതാണ്? ആർട്ടിക്കിൾ 51A ആണ്. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് ആർട്ടിക്കിൾ 72. അത് പ്രത്യേകം പഠിച്ചു വയ്ക്കണം. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് ആർട്ടിക്കിൾ 72. അറ്റോർണി ജനറൽ. ഇന്ത്യയിലെ അറ്റോർണി ജനറലിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 76 ആണ്. ഇന്ത്യയിലെ അറ്റോർണി ജനറലിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 76. ഇന്ത്യയിലെ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 78. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 78. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 108 ആണ്. ആർട്ടിക്കിൾ 108 ആണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. മണി ബിൽ. മണി ബില്ലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 110. മണി ബില്ല് ഏതാണ്? ആർട്ടിക്കിൾ 110 ആണ്. ബഡ്ജറ്റ്. ഇന്ത്യയിലെ ബഡ്ജറ്റിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 112. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഇന്ത്യയിലെ ബഡ്ജറ്റിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന്. അപ്പോൾ ഇത് പ്രത്യേകം പഠിക്കുക. ഇന്ത്യയിലെ ബഡ്ജറ്റിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 112. അപ്പോൾ ഇന്ത്യയിലെ അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 76. ആർട്ടിക്കിൾ 76 ആണ്. ആർട്ടിക്കിൾ 78 ആണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 78. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനമാണ് 108. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം 108 ആണ്. മണി ബില്ല് 110 ആണ്. മണി ബില്ല് 110 ആണ്. ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബഡ്ജറ്റ് 112 ആണ് കേട്ടോ. ബഡ്ജറ്റ് ഏതാണ്? 112. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരം. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 123. ആർട്ടിക്കിൾ 123 ആണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെപ്പറ്റി പറയുന്നത്. സുപ്രീം കോടതിയുടെ രൂപീകരണം. സുപ്രീം കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 124. ആർട്ടിക്കിൾ 124 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇന്ത്യയിലെ CAGയെ പറ്റി പറയുന്നത് അല്ലേ? ഇന്ത്യയിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 148. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ആർട്ടിക്കിൾ 148 പ്രത്യേകം പഠിച്ചു വയ്ക്കുക. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 148. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരം. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 161. ഏതാണ്? ആർട്ടിക്കിൾ 161 ആണ്. രാഷ്ട്രപതിയുടെ അധികാരം ഏതായിരുന്നു? ആർട്ടിക്കിൾ 72 ആണല്ലേ? രണ്ടും മാറിപ്പോവരുത്. രാഷ്ട്രപതിയുടെ അധികാരം ആർട്ടിക്കിൾ 72ഉം ഗവർണറുടെ അധികാരമാണ് ആർട്ടിക്കിൾ 161. അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 165. ആർട്ടിക്കിൾ 165 ആണ് അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 123. ഏതാണ്? ആർട്ടിക്കിൾ 123 ആണ്. സുപ്രീം കോടതിയുടെ രൂപീകരണം അല്ലേ? സുപ്രീം കോടതിയുടെ രൂപീകരണമാണ് ആർട്ടിക്കിൾ 124 പറയുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAGയുമായി ബന്ധപ്പെടുന്നതാണ് ആർട്ടിക്കിൾ 148. CAGയുമായി ബന്ധപ്പെടുന്നത് ആർട്ടിക്കിൾ 148 ആണ്. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരം അല്ലേ? കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരമാണ് ആർട്ടിക്കിൾ 161 അല്ലേ? 161 ആണ്. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 165. ഏതാണ്? ആർട്ടിക്കിൾ 165. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരം.
ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 213. ആർട്ടിക്കിൾ 213 ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരം. പ്രസിഡന്റിന്റെ അധികാരം എത്രയായിരുന്നു? ആർട്ടിക്കിൾ 123 അല്ലേ? അതുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 123 കേട്ടോ. പ്രസിഡന്റുമായി ബന്ധപ്പെടുന്നത് ആർട്ടിക്കിൾ 123 ഗവർണറുമായി ബന്ധപ്പെടുന്നത് ആർട്ടിക്കിൾ 213 ഹൈക്കോടതിയുടെ രൂപീകരണം. ഹൈക്കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 214. എത്രയാണ്? ആർട്ടിക്കിൾ 214 സുപ്രീം കോടതി ഏതായിരുന്നു? 124 കേട്ടോ. ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 214 ഹൈക്കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 226. ഏതാണ്? ആർട്ടിക്കിൾ 226 സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 32. രണ്ടും മാറിപ്പോവരുത്. ഹൈക്കോടതിയാണെങ്കിൽ ആർട്ടിക്കിൾ 226 സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 32. അപ്പോൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരമാണ് ആർട്ടിക്കിൾ 213. ഏതാണ്? ആർട്ടിക്കിൾ 213 ഹൈക്കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെടുന്നതാണ് ആർട്ടിക്കിൾ 214. ആർട്ടിക്കിൾ 214 ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 226. സുപ്രീം കോടതിക്കാണെങ്കിൽ ആർട്ടിക്കിൾ 32. ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 280. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിൾ. സ്വത്തവകാശം. സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300A സ്വത്തവകാശത്തെ പറ്റി പറയുന്നത്. ഓൾ ഇന്ത്യ സർവീസ്. ഓൾ ഇന്ത്യ സർവീസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 312. ആർട്ടിക്കിൾ 312 ഓൾ ഇന്ത്യ സർവീസിനെയാണ് പ്രതിപാദിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315. ആർട്ടിക്കിൾ 315 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രായപൂർത്തി വോട്ടവകാശമാണ് ആർട്ടിക്കിൾ 326. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 324 പ്രായപൂർത്തി വോട്ടവകാശം ഏതാണ്? ആർട്ടിക്കിൾ 326. അപ്പോൾ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 280. സ്വത്തവകാശവുമായി ബന്ധപ്പെടുന്നത് 300A കേട്ടോ. 300A ഓൾ ഇന്ത്യ സർവീസ് ആണ് 312. ഓൾ ഇന്ത്യ സർവീസ് 312 പബ്ലിക് സർവീസ് കമ്മീഷൻ 315. പബ്ലിക് സർവീസ് കമ്മീഷൻ 315 ഇലക്ഷൻ കമ്മീഷനാണ് 324. ഇലക്ഷൻ കമ്മീഷൻ 324 പ്രായപൂർത്തി വോട്ടവകാശം 326. ദേശീയ അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 352. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. സംസ്ഥാന അടിയന്തരാവസ്ഥ. സംസ്ഥാന അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 സംസ്ഥാന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാമ്പത്തിക അടിയന്തരാവസ്ഥ. സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 360. അപ്പോൾ ഈ 3 ആർട്ടിക്കിളും പ്രത്യേകം പഠിച്ചു വയ്ക്കുക കേട്ടോ. 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെടുന്നതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ എന്താണ്? ആർട്ടിക്കിൾ 352 കേട്ടോ. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. സംസ്ഥാന അടിയന്തരാവസ്ഥയാണെങ്കിൽ 356. സാമ്പത്തിക അടിയന്തരാവസ്ഥ അല്ലെ? സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏതാണ്? 360. ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. അപ്പോൾ ഇതെല്ലാമാണ് ഭരണഘടനയുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ. ഓരോ ആർട്ടിക്കിളും നന്നായി തന്നെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 ആയിരുന്നു അല്ലേ? അതൊക്കെ മാറി ഇപ്പോൾ. പക്ഷേ എന്നാലും പഠിച്ചു വെച്ചോളൂ കേട്ടോ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആർട്ടിക്കിൾ 370 അത് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ആർട്ടിക്കിൾ 370 അതൊന്ന് പഠിച്ചു വയ്ക്കുക. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 370. അപ്പോൾ നന്നായി തന്നെ പഠിക്കുക കേട്ടോ. ഓരോ ആർട്ടിക്കിളും മനസ്സിലാക്കി തന്നെ നന്നായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.